നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഞാവൽപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഞാവൽപ്പഴത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ജീവകം എ, ജീവകം സി, പൊട്ടാസ്യം, ഫൈബർ, കാൽസ്യം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഞാവൽപ്പഴം. വിളർച്ച മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാനത് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ ഉപ്പ് വെള്ളത്തിലിട്ട് നല്ലപോലെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളം കൊണ്ട് തേച്ച് കഴുകി ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. ഫ്രിഡ്ജിൽ വെച്ചെടുത്തപ്പോൾ നല്ല തണുപ്പുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ജ്യൂസ് അടിക്കാൻ കുരുവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുരു എല്ലാം കളഞ്ഞ് ഞാൻ ഞാവൽപ്പഴത്തിനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഞാവൽപ്പഴത്തിൻ്റെ കുരു ആരും കളയണ്ട കേട്ടോ. ഇനി ഷുഗറുള്ളവർക്കൊക്കെ നല്ലതാണ്. ഷുഗർ കുറയാൻ ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള മരുന്നാണ് ഞാവൽപ്പഴത്തിൻ്റെ കുരു. ഞാവൽപ്പഴത്തിൻ്റെ തോലും ഇലയും കുരുവും കായും ഒക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ മുറിച്ചെടുത്തതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഞാവൽപ്പഴത്തിന് ഒരു ചവർപ്പുണ്ടാവും. അപ്പോൾ ആ ചവർപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ളു നാരങ്ങ നീരൊക്കെ ഒഴിക്കാം കേട്ടോ. ഞാൻ അതൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് 1 കപ്പ് 250 ml ഒരു കപ്പിന് 1 കപ്പ് വെള്ളമാണ്. നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ. പിന്നെ ഞാനത് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ അരിക്കാണ്ട് തന്നെ കുടിച്ചത്. നല്ല ടേസ്റ്റാണ്. ഇത് മുമ്പൊക്കെ തൊടികളിൽ നിന്ന് ഇങ്ങനെ പെറുക്കി തന്നതായിരുന്നു. ഇപ്പോൾ ഇത് കിട്ടണമെങ്കിൽ 1 കിലോ കിട്ടണമെങ്കിൽ 380 രൂപ കൊടുക്കണം കേട്ടോ. 350 380 രൂപയാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഔഷധ ഗുണമുള്ളതാണ് ഞാവൽപ്പഴം. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ച് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 2 മിൻറ്റ് ലീഫ് ഇടാം കേട്ടോ. പുതിനയില. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. ഞാൻ വെറുതെ ഇങ്ങനെ മാത്രമേ അടിച്ചിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ആരും മറന്നു പോകരുത്. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് പശുമ്പാലൊന്നും ഒഴിക്കാതെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. മിൽക്ക് ഷേക്കാണ്. അത് ഞാൻ ഉണ്ടാക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കഴമ്പൊക്കെ ഒന്ന് എടുക്കാം. ഇത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഇത് ഞാൻ മുറിച്ചെടുക്കേണ്ടി വിചാരിച്ചു നോക്കുമ്പോൾ അത് തോലിങ്ങനെ വട്ടത്തിൽ തിരിപ്പിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഫുള്ളായിട്ട് വരും കേട്ടോ. കത്തിയിൽ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിന് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാൻ ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ കാമ്പൊക്കെ എടുത്തതിന് ശേഷം കത്തിയും കൊണ്ടൊന്നും മുറിക്കുന്നുണ്ട്. മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുറിക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ടാലും അടിഞ്ഞൊക്കെ കിട്ടും മിക്സിയിൽ. അത് ഞാനൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചെടുത്തതിന് ശേഷം ഞാനിത് മിക്സിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. മിക്സിൻ്റെ ജാറിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഒരുപാടൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് പശുമ്പാലല്ല കേട്ടോ. തേങ്ങാപ്പാലാണ്. തേങ്ങേൻ്റെ പാല് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചതാണ്. ഞാൻ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഫ്രീസറിൽ വെക്കും കേട്ടോ. എനിക്ക് പശുമ്പാലൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ തേങ്ങാപ്പാലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് പശുമ്പാലായിട്ടും ഉണ്ടാക്കാം കേട്ടോ. എന്ത് പാലായിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നു മാത്രം. പിന്നെ ഞാനത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിൽക്കുവാണെങ്കിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഈ വെറും പഴവും ഈ തേങ്ങേൻ്റെ പാലും മാത്രമേ ഉള്ളൂ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും.